വൈദികരെ, ജനപ്രതിനിധികളെ, മറ്റ് സഹോദരങ്ങളെ, ഞാൻ ദീർഘമായൊരു സംഭാഷണം നടത്തുന്നില്ല. ഒരിക്കൽ പിതാവ് എല്ലാവർക്കും ലഭ്യമായ സ്വാഗത വാക്കുകൾ മറുപടി വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സന്ദേശം നിങ്ങളിലെത്തിക്കാൻ സാധിച്ചത്. അത് നിങ്ങൾ ദയവായി മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഞങ്ങൾക്ക് മറ്റാരോടും, ഞങ്ങൾക്ക് തന്നെ നേരത്തെ അറിയാമെങ്കിൽ പോലും മറ്റാരോടും അത് പറയാൻ അവകാശമില്ല. അത് പറയുന്നത് ശിക്ഷാർഹമായ കാര്യമാണ്. പലരും ഫോൺ വിളിച്ചപ്പോഴൊക്കെ ഇപ്പോഴാണോ പറയാൻ പറ്റും, 1 മണിക്കൂറേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞങ്ങൾക്ക് ഒരു കാരണവശാലും അത് മറ്റാരോടും പറയാൻ ഒക്കുകയില്ല. തന്നെയുമല്ല, മറ്റാരൊക്കെ എന്ത് ഊഹാപോഹങ്ങൾ പറഞ്ഞാലും പരിശുദ്ധ പിതാവ് റോമിൽ ഇന്നയാളിനെ മെത്രാനെന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സർവാധനവൻ അത് പറയുമ്പോൾ മാത്രമാണ് അദ്ദേഹം മെത്രാനാകുന്നത്. വേറെ നമ്മൾ ആര് പറഞ്ഞാലും ചുമ്മാ എന്നൊക്കെ പറയാനേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ വേറെ ആരും പറയരുത് എന്ന് സഭ നിഷ്കർഷിക്കുന്നത്. ആലഞ്ചേരി പിതാവ് പറയുമ്പോൾ മാത്രമേ സാമ്പിക്കലച്ചൻ മെത്രാനാകുകയുള്ളൂ. അപ്പം അതിനു മുമ്പ് നമുക്ക് ആർക്കും അത് പറയാൻ അവകാശമില്ല. അതുകൊണ്ടാണ് നമുക്ക് വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് ഈ സമ്മേളനത്തിനായിട്ട് നിങ്ങളെ അറിയിക്കേണ്ടി വന്നത് എന്ന് ഞാൻ ആമുഖമായിട്ടൊന്ന് പറയുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഒരിക്കൽ പിതാവ് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സഭയ്ക്ക്, സുറമലബാർ സഭയ്ക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണ്. കലാരൂപത മിഷണറി പ്രവർത്തനത്തിനും ഇതുപോലുള്ള മറ്റു കാര്യങ്ങൾക്കുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുകയും വലിയ സേവനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. തലശ്ശേരി രൂപത വന്നപ്പോൾ അതിൻ്റെ പ്രഥമ കാര്യസ്ഥനായിട്ട് വള്ളോപ്പള്ളി പിതാവിനെ വിട്ടത് ഈ രൂപതയാണ്. ഉജ്ജയിൻ എക്സാർക്കേറ്റ് പിന്നീട് രൂപത വന്നപ്പോൾ അതിൻ്റെ പ്രഥമ ബിഷപ്പായിട്ട് അയച്ചത് പെരുമറ്റം പിതാവിനെയാണ്. അതും നമ്മളുടെ രൂപതയിലെ അച്ഛനായിരുന്നു. അമേരിക്കയിൽ ചിക്കാഗോ രൂപത കിട്ടിയപ്പോൾ അതിൻ്റെയും ആദ്യത്തെ അധ്യക്ഷനായിട്ട് അങ്ങാടിയത്ത് അച്ഛനെ അയച്ചത് നമ്മളുടെ അച്ഛനായിരുന്നു. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നമുക്ക് ഇംഗ്ലണ്ട് മുഴുവനും, ഗ്രേറ്റ് ബ്രിട്ടൻ മുഴുവനും ചേർന്ന ആ പ്രദേശം കിട്ടിയപ്പോൾ നമുക്ക് വീണ്ടും അങ്ങനെ ഒരു വ്യക്തിയെ, സാമ്പിക്കൽ അച്ഛനെ, അതിൻ്റെ പ്രഥമ അധ്യക്ഷനായിട്ട്, രൂപതാധ്യക്ഷനായിട്ട് അയക്കാൻ സാധിച്ചത് ചരിത്രപരമായിട്ട് വലിയൊരു കാര്യമാണ്. 4 വലിയ പ്രസ്ഥാനങ്ങൾക്ക്, തലശ്ശേരിക്കും ഉജ്ജയിനും അമേരിക്ക മുഴുവനും ഇംഗ്ലണ്ട് മുഴുവനും നമ്മളുടെ പ്രസ്ബിറ്റേറിയത്തിലെ അച്ഛന്മാരെ പരിശുദ്ധ പിതാവ് തിരഞ്ഞെടുത്തു എന്നത് ഈ രൂപതയിൽപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും നമ്മളുടെ സംശുദ്ധമായ ജീവിതത്തിൻ്റെയും നമ്മുടെ മിഷണറി പ്രവർത്തനങ്ങളുടെയും ഒക്കെ ആകത്തുകയാണെന്ന് നമുക്കറിയാം. അതാണ് ചരിത്രപരമായിട്ടുള്ള ഈ ഒരു കാര്യത്തിൻ്റെ പ്രസക്തി. അഭിമന്യ ശ്രാമ്പിക്കൽ പിതാവിനെ പരിശുദ്ധ പിതാവും ആലഞ്ചേരി പിതാവും വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പുറത്ത് ഔദ്യോഗിക സമ്മേളനങ്ങളിലൊക്കെ റോമിൽ ചെല്ലുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു പ്രയോഗശൈലിയാണ് മാഗ്ന ബ്രിട്ടാന്യ, ദ ഗ്രേറ്റ് ബ്രിട്ടൻ. അതിൻ്റെ എല്ലാ ആ ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഉച്ചാരണത്തോടു കൂടിയാണ് അവിടെയുള്ള പിതാക്കന്മാർ മീറ്റിങ്ങിൽ സംബന്ധിക്കുമ്പോൾ വിളിക്കുന്നത്. മാഗ്ന ബ്രിട്ടാന്യയിൽ നിന്നുള്ള ഇന്ന ബിഷപ്പ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ അതിൻ്റെതായൊരു വെയിറ്റ് ഉണ്ട്. ഗ്രേറ്റ് ബ്രിട്ടൻ എന്നുള്ളത് പൊളിറ്റിക്കലായിട്ടും ഡെമോക്രാറ്റിക് ആയിട്ടും എക്ലീസിയാസ്റ്റിക്കലായിട്ടും വളരെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പ്രദേശമാണ്. ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് ഇന്ന് അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടും വെയിൽസും സ്കോട്ട്ലൻഡുമാണല്ലോ. ആ 3 രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ അതിനെ ഒന്നിച്ചാണ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ആ ഗ്രേറ്റ് ബ്രിട്ടനിൽപ്പെട്ട ഈ 3 രാജ്യങ്ങളിൽപ്പെട്ട സിറോ മലബാർ സഭയിൽപ്പെട്ട വിശ്വാസികളുടെ പ്രഥമ അധ്യക്ഷനായിട്ടാണ് ശ്രാമ്പിക്കലച്ചനെ പരിശുദ്ധ പിതാവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ 3 രാജ്യങ്ങളിലായിട്ട്, അല്ലെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടനിൽ 38,000
സിറോ മലബാറുകാരുണ്ട്. മറ്റ് യൂറോപ്പ് മുഴുവനും കൂടിയാലും അത്രയും വരികയില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മാതൃഭാഷയായിട്ടുള്ള ആ 3 രാജ്യങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് അതിന് ഒരു രൂപതയുടെ പദവിയും രൂപതാധ്യക്ഷൻ്റെ പദവിയും നൽകിയത്. നമുക്കിന്ന് യൂറോപ്പിന് വേണ്ടി വേറൊരു ആളിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്, മോൺസിഞ്ഞോർ ചിറപ്പണത്ത്. അവിടെ ഇത്രയും അംഗബലമില്ലാത്തതുകൊണ്ട് അത് രൂപത ആക്കിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ചുമതലക്കാരനായ മോൺസിഞ്ഞോർ സ്റ്റീഫൻ മെത്രാൻ പദവിയുള്ള അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററാണ്. അദ്ദേഹം റോമിൽ താമസിച്ച് മറ്റു രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ച് അതിൻ്റെ ശുശ്രൂഷ നടത്തിയാൽ മതി. ശ്രാമ്പിക്കൽ പിതാവ് ഇംഗ്ലണ്ടിൽ സ്ഥിരം താമസമാക്കിക്കൊണ്ട് അവിടുത്തെ രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ ആണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഗ്രേറ്റ് ബ്രിട്ടൻ മുഴുവൻ ഉൾപ്പെടുന്ന ത്രസ്റ്റൺ എന്ന സ്ഥലമാണ് പിതാവിൻ്റെ കത്തീഡ്രല്, അല്ലെങ്കിൽ പിതാവ് താമസിക്കാൻ പോകുന്നതും അതിനോട് ചേർന്നാണ്. ത്രസ്റ്റൺ തരക്കേടില്ലാത്തൊരു സ്ഥലമാണ്, നല്ല ക്രൈസ്തവ സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെയുള്ള ലത്തീൻ പിതാവ് നമ്മളോട്, ആലഞ്ചേരി പിതാവിനോട് പ്രത്യേകിച്ച് വലിയ വാത്സല്യം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. ഈ ഗ്രേറ്റ് ബ്രിട്ടനിൽപ്പെട്ട 27 ലത്തീൻ രൂപതകളിലായിട്ടാണ് നമ്മളുടെ 38,000 സീറോ മലബാറുകാർ താമസിക്കുന്നത്. വളരെ വിശാലമായൊരു പ്രദേശമാണ്. അതിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തുള്ള, പൂർണ്ണമായിട്ടും അത് ശരിയല്ലെങ്കിലും ഏകദേശം നമുക്കത് പറയാം, അങ്ങനെയുള്ള സ്ഥലമാണ് പുതിയ രൂപതയുടെ കത്തീഡ്രലും രൂപതാധ്യക്ഷൻ്റെ ആസ്ഥാന കേന്ദ്രവും അല്ലെങ്കിൽ ഭദ്രാസന ദേവാലയവും അദ്ദേഹം താമസിക്കുന്നതുമെല്ലാം. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതും പ്രത്യേകിച്ച് ഇംഗ്ലണ്ടുമായിട്ട് നമുക്ക് വലിയ ബന്ധങ്ങൾ രാഷ്ട്രീയമായിട്ടും അതുപോലെ നമ്മളുടെ ചുമതല ദീർഘനാൾ നോക്കിയിരുന്ന ആളുകളെന്ന നിലയ്ക്ക് ഇംഗ്ലീഷുകാരോട് നമുക്ക് പ്രത്യേകമായൊരു അടുപ്പമുണ്ട്. നമുക്കൊരു വിദേശത്ത് പോയി താമസിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇംഗ്ലണ്ടിലില്ല. നമ്മളുടെ ഭക്ഷണക്രമങ്ങളും വണ്ടി ഓടിക്കുന്ന വിധവും എല്ലാം ഇവിടുത്തേതുപോലെയാണ്, അല്ലെങ്കിൽ അവിടുത്തേതുപോലെയാണ് ഇവിടെയും. നമ്മൾ ഏത് തരത്തിൽ പറഞ്ഞാലും നമുക്കൊരു വിദേശത്ത് പോയി താമസിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും, ഒരു ഏലിയനേഷൻ അല്പം പോലും ഒന്നു കയറാത്ത സ്ഥലമാണ് ഇംഗ്ലണ്ട്, അല്ലെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന ഈ 3 രാജ്യങ്ങളും. പ്രത്യേകിച്ച് വാഹന യാത്രയിലും അതുപോലുള്ള ഭക്ഷണക്രമത്തിലും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സംവിധാനത്തിലും എല്ലാം നമുക്ക് ഒരുപാട് പേർക്ക് ഇംഗ്ലണ്ടുമായിട്ട് ഇപ്പോഴും നല്ല ബന്ധമുണ്ട് എന്ന് നമുക്ക് അറിയാം. മാണി സാറ് 1.5 വർഷം മുമ്പ് ഇംഗ്ലണ്ടിൽ ഹൗസ് ഓഫ് കോമൺസിൽ പോയി നമ്മളുടെ കൃഷി സമ്പ്രദായത്തെക്കുറിച്ചും ഇന്ത്യൻ കേരള ഡെമോക്രസിയെക്കുറിച്ചുമൊക്കെ ഇവിടെ പ്രഭാഷണം നടത്തിയ വ്യക്തിയാണ്. അതുപോലെ നമ്മളുടെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട PC ജോർജ് സാറും മോൻ സാറും ജോയി ബ്രാവും എല്ലാം ബ്രിട്ടീഷ് ഡെമോക്രസിയോട് വളരെയേറെ അടുത്ത് ചിന്തിക്കുന്നവരും അതേക്കുറിച്ച് നല്ല അറിവുള്ളവരുമാണ്. അങ്ങനെ നമുക്ക് രാഷ്ട്രീയമായിട്ട് നോക്കിയാലും മധ്യ തിരുവിതാംകൂറിൻ്റെ ഈ പ്രദേശത്തിന് ഗ്രേറ്റ് ബ്രിട്ടനോട് വലിയ അടുപ്പവും അറിവും സ്നേഹവും എല്ലാം ഉണ്ട് എന്ന് നമുക്ക് അറിയാം. അഭിമന്യു പിതാവിൻ്റെ മെത്രാഭിഷേകം ഇംഗ്ലണ്ടിൽ വെച്ചാണ്. അത് ഏകദേശം ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 9-ാം തീയതിയാണ്. ഒക്ടോബർ മാസം 9-ാം തീയതി ഇംഗ്ലണ്ടിൽ ഈ ത്രസ്റ്റൺ എന്ന് പറയുന്ന പള്ളിയിൽ കത്തീഡ്രലാകാൻ പോകുന്ന ആ പള്ളിയിൽ വെച്ചാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിന് മുമ്പ് ഇംഗ്ലണ്ടിൽ എത്താനായിട്ട് പരിശ്രമിക്കണം. നമുക്കൊരു ബ്രിട്ടീഷ് മെത്രാനെ ആദ്യം കിട്ടുന്നതാണ്. അതിൻ്റെ ഒരു അഭിമാനവും സന്തോഷവും എല്ലാം നമുക്കുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൂടെ ഞാൻ തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും അതിനെക്കുറിച്ചൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രാമ്പിക്കൽ ജോസഫ് പിതാവിനെ നമ്മളുടെ രൂപതയോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അടുത്ത ആളുകളെ മാത്രം, എങ്കിലും നമുക്ക് ഹാള് നിറഞ്ഞ് 130ഓളം ആളുകളെയാണ് ഞാൻ മനസ്സിൽ നിന്ന് കണ്ടിരുന്നത്. അവരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് തന്നത്. അച്ഛന്മാരും അമ്മായിക്കാരും സിസ്റ്റേഴ്സും സഭാതാരങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റ് ഉദ്യോഗസ്ഥന്മാരും ഈ രൂപതയുടെ ഏറ്റവും അടുത്ത അൽമായക്കാരും
നമ്മളുടെ ചെറുപ്പങ്കലിലും ഹോസ്പിറ്റലിനോട് കൂടുതൽ ബന്ധപ്പെട്ടിട്ടുള്ള മായക്കാർ, അങ്ങനെയുള്ള രൂപതയോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള ഒരു പെറുക്കി എടുക്കലാണ് ഈ താരവിരുന്നിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചത്. അത് എല്ലാവരും തന്നെ ഇവിടെ സമയത്ത് എത്തിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്ലാമിക്കൽ പിതാവിനെ ഈ അവസ്ഥയിലേക്ക് ഒരുക്കിയത് കലാകൃതിയാണ്, ഇവിടുത്തെ ദൈവജനമാണ്. ഈ രൂപതയിലെ 3.5 ലക്ഷം ആളുകളും അതിൻ്റെ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥന അതിൻ്റെ പിന്നിലുണ്ട്. നമുക്കതിനെല്ലാം വലിയ സന്തോഷവും അഭിമാനവുമുണ്ട്. അഭിയുടെ വലിയ പിതാവ് തിരുപ്പട്ടം നൽകി വളർത്തിയെടുത്ത നല്ലൊരു കുട്ടിയാണ് സാമ്പിക്കലച്ചനെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നീടുള്ള കാലഘട്ടങ്ങൾ അഭിയുടെ അമേരിക്കൻ പിതാവ് പറഞ്ഞതുപോലെ രൂപതയുടെ വ്യത്യസ്തമായ മേഖലകളിൽ അച്ഛന് ശുശ്രൂഷ ചെയ്തു. പ്രത്യേകിച്ച് നഴ്സിംഗ് കോളേജ് കേന്ദ്രമാക്കി, നമ്മുടെ BEd കോളേജ്, MEd കോളേജ് കേന്ദ്രമാക്കി എൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ, ഇവാഞ്ചലൈസേഷൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ, അപ്രയം സെമിനാരിയിലെയും മൈനർ സെമിനാരിയിലെയും അധ്യാപകൻ എന്ന നിലയിൽ, പിന്നെ ഈ അടുത്ത നാളിൽ വളരെ പ്രധാനപ്പെട്ട റോമിൽ പ്രൊപ്പഗാൻഡ കോളേജിൻ്റെ വൈസ് റെക്ടർ എന്ന നിലയിൽ, കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് പരിശുദ്ധ പിതാവ് കരുണയുടെ പ്രേക്ഷിതന്മാർ എന്ന ശീർഷകത്തിൽ തിരഞ്ഞെടുത്ത ചുരുക്കം ചില വൈദികരിൽ ഒരാളായിട്ട്, അങ്ങനെ എല്ലാവരോടും എല്ലാ തുറകളിലുമുള്ള സാധുക്കളോട്, പാവപ്പെട്ടവരോട്, അംഗവൈകല്യമുള്ളവരോട്, പ്രായം ചെന്നവരോട് എല്ലാവരോടും അച്ഛന് നല്ല ബന്ധം ഉണ്ട്. ആ ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളതയിലാണ് അച്ഛന് വളർന്നത്. ഒരുപക്ഷെ അച്ഛനെ പോലെ ഇത്ര വൈവിധ്യമാർന്ന മേഖലകളിൽ ഈ രൂപതയോട് ബന്ധപ്പെട്ടവരല്ലായിരുന്നു ഇതിനു മുമ്പ് മേലധ്യക്ഷന്മാരായിട്ട് വന്ന വള്ളൂപ്പള്ളി പിതാവും പെരുമറ്റം പിതാവും അങ്ങാടിയത്തെ പിതാവും. സാമ്പിക്കലച്ഛന് ഈ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് 10-13 വർഷങ്ങൾ കൊണ്ട് രൂപതയുടെ പൊതുവായിട്ടുള്ള ഒരുപാട് മേഖലകളിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്തു. സ്വന്തം ഇടവകയിലെ വികാരിത്വവും ഏതാനും നാളുകളിൽ മാസങ്ങളിൽ അച്ഛന് ചെയ്തു. അതൊക്കെ അച്ഛൻ്റെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പരിശുദ്ധ പിതാവിനെ നിർണായകമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വലിയ പിതാവിനും അമേരിക്കൻ പിതാവിനും ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. അത് തീർച്ചയായിട്ടും രൂപതയ്ക്ക് നമുക്ക് വലിയൊരു അഭിമാനമാണ്. സീറോ മലബാർ സഭയുടെ പൊതുവായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയുടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളുടെ മെത്രാൻ എന്ന നിലയിൽ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ മുഴുവനും ആളുകളുടെയും ചുമതലയായിട്ടുള്ള മേലധ്യക്ഷൻ എന്ന നിലയിൽ അഭിമന്യ സാമ്പിക്കൽ പിതാവ് തിരഞ്ഞെടുത്തതിലും അഭിഷിക്തനാകുന്നതിലും അവിടേക്ക് പോകുന്നതിലുമൊക്കെ ഈ രൂപതയ്ക്കുള്ള ഏറ്റവും ആഴമായ സന്തോഷവും സംതൃപ്തിയും ഇവിടെ ഞാൻ അറിയിക്കുകയാണ്. അച്ഛൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ചെല്ലാം ഒരിക്കൽ പിതാവിടെ പറഞ്ഞു. അച്ഛന് ഓക്സ്ഫോർഡിൽ ഇംഗ്ലണ്ടിൽ പഠിച്ച ആൾ കൂടിയാണ്. അതും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മുടെ നുൻഷിയോമാർ, ഇംഗ്ലണ്ടിലെ നുൻഷിയോയും നമ്മുടെ നുൻഷിയോയും ഒക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ശ്രദ്ധിച്ചു. അതുപോലെ അദ്ദേഹം ഇപ്പോഴും പ്രൊപ്പഗാൻഡ കോളേജിൻ്റെ വൈസ് റെക്ടറായിരിക്കുന്നു എന്നുള്ള കാര്യവും പോളിസിക്ക്, മാർപ്പാപ്പായ്ക്കും അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട അന്വേഷകർക്കുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വളരെ എളുപ്പമായിരുന്നു. അതെല്ലാം വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാനും സ്നേഹ വാത്സല്യത്തോടെ ഓർക്കുകയാണ്. നിങ്ങൾ ഏത് കാര്യത്തിലും ഈ രൂപതയുടെ ഏത് ആവശ്യങ്ങളിലും ഓടി എത്തുന്നവരാണ് നിങ്ങൾ എല്ലാവരും. നമ്മളിവിടെ ഈ ഹോളിൽ തന്നെ അനേകം മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് അൽഫോൻസാമ്മയുടെ വലിയ തിരുനാളിൻ്റെ ദിവസമാണ്. ആ ദിവസം തന്നെ ഈ പ്രഖ്യാപനം നടന്നതും എന്നും എക്കാലവും എല്ലാവർക്കും ഓർത്തിരിക്കാൻ തക്കയൊരു കാര്യവും കൂടിയാണ്. ഇതിനെല്ലാം ആലഞ്ചേരി പിതാവ് വളരെ താല്പര്യമെടുത്തു. നമുക്ക് അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിവസം തന്നെ നടത്താം എന്നുള്ള കാര്യം അദ്ദേഹം മുൻകൂട്ടി ആലോചിക്കുകയും അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം റോമുമായിട്ട് ബന്ധപ്പെട്ട് ആ കൃത്യ സമയം വാങ്ങിച്ചെടുക്കുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ വലിയ താല്പര്യമാണ്. അദ്ദേഹം ഈ രൂപതയോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വാത്സല്യത്തെയും കാരുണ്യത്തെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഓർക്കുകയാണ്. എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. സാമ്പിക്കൽ പിതാവിൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിയും സഹോദരങ്ങളും അമ്മാവന്മാരും പേരപ്പനും പേരമ്മയും ചേടത്തിയും അനിയത്തിയും കൊച്ചുമക്കളും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അത് വലിയൊരു കുടുംബ സമ്മേളനം കൂടിയാണ്. അമ്മച്ചിയുടെ നല്ല മാതൃകയും പ്രാർത്ഥനയും
എല്ലാം അച്ഛൻ്റെ സംശുദ്ധമായ ജീവിതത്തിനും ആത്മീയ കരുത്തിനും എല്ലാം വലിയ അടയാളമായിട്ട് തീർന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് നല്ല ഒരു ക്രിസ്തീയ തറവാട്ടിൽ പിറക്കാനായിട്ട് സാധിച്ചു. ഇങ്ങനെ ഒരു നല്ല അച്ഛന് ജന്മം കൊടുക്കാൻ സാധിച്ചതിൽ അമ്മച്ചിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. ഗ്രേറ്റ് ബ്രിട്ടൻ്റെ മെത്രാനായിട്ട് അദ്ദേഹത്തെ പരിശുദ്ധ പിതാവ് നിയോഗിച്ചത് അമ്മ പ്രസവിച്ച കുഞ്ഞിനെയാണ്. അതുകൊണ്ട് സാമ്പിക്കൽ കുടുംബത്തിന് വലിയ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും അവസരമായിട്ട് എടുക്കാം. പുള്ളികുന്നത്തെ മുഖാന്തരം വിചാരിച്ചനും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലും ചാനലിലും പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാനും അനുമോദിക്കുന്നു. പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ.